ജെഫ്രി എപ്സ്റ്റീൻ എന്നു പേരുള്ള ഒരു US ഫിനാൻഷ്യർ, അതേപോലെ ഒരു വമ്പൻ മൊയിലാളി എന്നൊക്കെ പറയാവുന്ന ഒരു മനുഷ്യൻ ഒരു റിസോർട്ട് പോലുള്ള ഒരു സെറ്റപ്പ് തുടങ്ങിയിട്ട് അവിടെ ലോക നേതാക്കളെ അവിടേക്ക് ക്ഷണിക്കുന്നു. അതിൽ ആർട്ടിസ്റ്റുകളുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ബിസിനസ് പീപ്പിൾ ഉണ്ട്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്കാവുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോവ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടാണ് വിചാരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു സ്പേസാണ് വിചാരിക്കുക. ആ സ്പേസിലേക്ക് പലതരത്തിലുള്ള ആളുകൾ വരുന്നു, വളരെ വെൽത്തി ആയിട്ടുള്ള ആളുകൾ വരുന്നു, വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകൾ വരുന്നു. അപ്പോൾ അവരവിടെ അടിച്ചു പൊളിച്ച് അർമാദിച്ചിങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ അവിടെ ചെറിയ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു, ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവിടെ നടക്കുന്നു. ചെറിയ കുട്ടികളുടെ വരെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാംസം അവിടെ ഭക്ഷിക്കുന്നു. അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഒരു 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 അർമാദിക്കൽ അല്ലെങ്കിൽ വളരെ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എപ്സ്റ്റീൻ ഫയൽസിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേജുകളുള്ള ഒരു സംഗതിയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ലൈഫ് കൊണ്ട് ലോകത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ആ റെക്കോർഡ് പുറത്ത് വിട്ടു അല്ലെങ്കിൽ പുറത്തായി പോയി എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ പല ലോക നേതാക്കളുടെയും പേരുകൾ അതിൽ വരുന്നുണ്ട്. അത് ജെഫ്രി എപ്സ്റ്റീനായിട്ട് കോൺടാക്റ്റ് ഉള്ള ആളുകൾ. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ കോണ്ടാക്ട്സ്, അതേപോലെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത കാര്യങ്ങൾ, അതേപോലെ ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്ഥലത്ത് വന്നിട്ടുള്ള ആളുകൾ, അവരവിടെ എന്തൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുന്ന പോലെ മൂപ്പര് കുറേ റെക്കോർഡ്സായിട്ട് ഇങ്ങനെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ ഒരു സംഗതി ലീക്കാവുന്നു. അത് മില്യൺസ് ഓഫ് പേജസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതെങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോൻ്റെ വിഷയം. പലപ്പോഴും നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോക നേതാക്കളെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ അമേരിക്കയെയോ അല്ലെങ്കിൽ എന്താ പറയുക ബ്രിട്ടനെയോ ഫ്രാൻസിനെയോ അങ്ങനെയുള്ള രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്നുള്ളതിൽ ഒരു മിഥ്യാധാരണ പലർക്കും ഉണ്ട് തോന്നുന്നു. എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് സാധാരണ മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാനുള്ളത്, കൊറോണ എങ്ങനെയാണ് സാധാരണക്കാരായ നമ്മുടെ ലൈഫിനെ ബാധിച്ചത്, കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും എന്ന രീതിയിൽ എങ്ങനെയാണ് വേൾഡ് ഹിസ്റ്ററീനെ നമ്മൾ ഇങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്ത് വെച്ചത്, ഇങ്ങനൊരു സംഗതി. അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള എപ്സ്റ്റീൻ ഫയൽസ്, ഈ റെക്കോർഡ്സ് സാധാരണ മനുഷ്യരെ തീർച്ചയായും ബാധിക്കും. അതെങ്ങനെയൊക്കെ ബാധിക്കാം, അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു തീവ്രതയിൽ മനുഷ്യരെ ബാധിക്കാനുള്ള സ്വാധീനമുണ്ട്. ഇപ്പോൾ പലരും പറയുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ എന്ന് പറയുന്നത് വേൾഡ് പവറിനെ ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സംഗതിയാണെന്നാണ്. പക്ഷേ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ആയിരിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇപ്പോൾ വേൾഡ് പവർ, വേൾഡ് ഓർഡർ, ഈ ഒരു സംഗതി മൊത്തം ഷേക്ക് ചെയ്തുള്ള ഒരു സംഗതിയായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിനെ മൊത്തത്തിൽ ഷേക്ക് ചെയ്യാൻ കൊറോണയ്ക്ക് സാധിച്ചു. ഇത് എപ്സ്റ്റീനെ പോലുള്ള ആളുകളെ, മേ ബി എപ്സ്റ്റീനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അവരൊരു നിർമ്മിതിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ മതപരമായ രീതിയിൽ ലോകത്തെ സ്വാധീനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലോകത്തെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഞങ്ങളാണ് വലിയ വമ്പന്മാർ എന്നൊക്കെ രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും, നമുക്കറിയാവുന്നതാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിട്ടൻ ആയിക്കോട്ടെ, ഉള്ള പല രാജ്യങ്ങളും തമ്മിലുള്ള അവർ ക്ലാഷുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മൈൻഡിലുള്ളൊരു സംഗതി. അപ്പോൾ ഈ ഒരു പവർ സ്ട്രക്ചറിൻ്റെ ഇടയിലേക്കാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ ഒരു സംഗതി വരുന്നത്. ഇത് ഒരുപാട് ലോക നേതാക്കളുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ള ഒരു മനുഷ്യൻ ചെറിയ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുകയും ചെറിയ കുട്ടികളുടെ മാംസം ഇവർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്തുണ്ടാക്കലൊക്കെ ചെയ്യുന്ന അങ്ങനൊരു സംഗതി, അത്രയും ഭയാനകമായിട്ടുള്ള കുറേ സംഗതികളാണ്, റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മുഴുവനായിട്ടുള്ളതിൻ്റെ ഇൻഫർമേഷനൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ, ഇനിയുള്ള പതിറ്റാണ്ടുകളിൽ ഇതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ വരും. കുറേ ലോക നേതാക്കൾ ഇപ്പോൾ തന്നെ റിസൈൻ ചെയ്യുന്നുണ്ട്. പല ആളുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് സാധാരണക്കാരെയും തീർച്ചയായിട്ടും ബാധിക്കും. നമുക്കറിയാവുന്നതാണ്, ലോകം എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആയൊരു സംഗതിയാണ്. നമ്മളൊരു ഹോമോജിനസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനിൽ, അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേൾഡ് പൊളിറ്റിക്സിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ ഇപ്പോൾ നമ്മൾ
പറയുമെങ്കിലും ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. എല്ലാവരും ഐക്യത്തോടു കൂടി ജീവിക്കുന്നു, ഒരേപോലെ ചിന്തിക്കുന്നു, ഇക്വാളിറ്റിയാണ്, ഓലക്കയാണ്, അങ്ങനെ സംഭവമൊന്നും പൊതുവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു വേൾഡ് പൊളിറ്റിക്സിനെ കൂടുതൽ പോളറൈസ്ഡ് ആകുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റുകയും ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന പോള് പോലെ അതല്ലാണ്ട് വേറൊരു പോളും കൂടി ഇതിലേക്ക് വരാവുന്ന ഒരു രീതിയിലേക്ക് പവർ സ്ട്രക്ചർ അങ്ങനെ എടുക്കാം. പോൾ എന്ന് പറയുന്നതിന് കൂടെ പവർ സ്ട്രക്ചറായിട്ട് എടുക്കാം. ആ ഒരു രീതിയിലേക്കൊക്കെയാണ് എപ്സ്റ്റീൻ ഫയൽസ് ഇത് ബാധിക്കാം. അതെന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രീറ്റികളെ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓർഡറിനെ, വേൾഡ് ഓർഡറിനെയൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കൊറോണ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സംഗതിയാണെന്നുള്ള രീതിയിൽ ചർച്ചകൾ വരുന്ന പോലെ തന്നെ അതിഭയാനകമായിട്ടുള്ള വേറെയും കുറേ പാൻഡമിക്കുകൾ ഇനിയും വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു രീതിയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇത് വേൾഡ് ഓർഡറിനെ ബാധിക്കുന്നു മാത്രമല്ല സാധാരണ മനുഷ്യർ ഭരണം കൈയാളാനുള്ള സാധ്യതയുണ്ട്, തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. സംഗതി എന്താ വെച്ചാൽ ഇവർ ഭയങ്കര ഐഡലൈസ്ഡ് ആയിട്ട് കുറേ ലോക നേതാക്കളെയും ആശയങ്ങളേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സാധനം മൊത്തം ഷാക്കേഡായിട്ട് പോകുന്ന സമയത്ത് ആളുകൾക്ക് ഒന്നിനും ഫെയ്ത്ത് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഫെയ്ത്ത് ഇപ്പം പല പറയുന്നുണ്ട്, ബ്ലൈൻഡായിട്ട് പലതിലും ആളുകൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസത്തിലായിക്കോട്ടെ, നെപ്പോട്ടിസത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചില രാജ്യത്തിൻ്റെ അവരുടേതായ ആശയങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ചില ആശയങ്ങളിലായിക്കോട്ടെ, മതപരമായ ആശയങ്ങളിലായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഡോക്ടറിനുകളിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിശ്വാസത്തെ ഷാറ്റർ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധനം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിലൂടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നതോടുകൂടി, ആളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി, മതപരമായ ഡോക്ടറിനുകളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മളെ സേവ് ചെയ്യാൻ കുറേ ആളുകളുണ്ട്, രാജ്യങ്ങളുണ്ട്, ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ട്രീറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഫറൻസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ധാരണകൾ, ഇങ്ങനെയുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വെറും മിഥ്യാധാരണകളായിരുന്നു എന്നൊരു തോന്നൽ വരുന്ന സമയത്ത്, ഇപ്പോൾ മുട്ടത്തോട് പൊട്ടുന്ന പോലെ പൊട്ടിയ ഒരവസ്ഥ വരുന്ന സമയത്ത് തീർച്ചയായും ആളുകൾ എന്ത് ചെയ്യും? അവർ സ്വയം അധികാരം കൈയാളുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഈ ലോകത്തെ റൂൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളും അർഹരാണ്, നമുക്കും എന്ത് ചെയ്യാം, ഇവരൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് ആളുകൾ എത്തുന്ന സമയത്ത് ഇതൊരു അനാർക്കിയിലേക്ക് എത്തും. അനാർക്കിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതാണ് ആ സമൂഹത്തിൽ എന്ത് സംഭവിക്കും. ഇപ്പം പല രാജ്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള അതിർത്തികളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ലോകം മുഴുവൻ ഒറ്റ ഒരു വില്ലേജിനുള്ള ലെവലിൽ നമ്മൾ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാണ്ട്, ഒരു തരത്തിലുള്ള പേടിയില്ലാണ്ട് വളരെ അനാർക്കിസ്റ്റുകളായിട്ട് മാറുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ, വയസ്സായ ആളുകളൊക്കെ കൂടുതലായിട്ട് ഇത് ബാധിക്കും. തൊഴിലില്ലായ്മ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടായിരിക്കും, റേപ്പ് കൂടുന്നുണ്ടായിരിക്കും, വയലൻസ് കൂടുന്നുണ്ടായിരിക്കും. അതേപോലെ ആളുകൾക്ക് ഈ നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ വലിയ വിഷയമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് യുദ്ധം സംഭവിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു അനാർക്കിയിലേക്ക്, ഒരു പവർ ഷാറ്ററിങ്ങിലേക്ക് എപ്സ്റ്റീൻ ഫയൽസ് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളത് ഒരു സംഗതി. ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു സംഗതി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം ഗൈസ്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് വീഡിയോ എന്ന് കുറേ ദിവസം വിചാരിക്കുന്നതാണ്. ടൈം കിട്ടിയപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഇൻട്രോ പോലെ ഒരു സംഗതി പറഞ്ഞു മാത്രം. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചെയ്യാം.